ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് ക്രൂസ് ഷിപ്പിനകത്ത് ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ ഒരു 5:15 5:30 ആകുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നു, ക്രൂസ് ഷിപ്പിൽ കയറുന്നു, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ സൈറ്റ് സീയിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം കാണിക്കാം, ഷെയർ ചെയ്യാം. ഓക്കെ. ഒരാൾ ഇന്ന് രാവിലെ വന്നേക്കോ എന്തുവാ ഇവിടുത്തെ സമയമില്ലാന്ന് പറഞ്ഞ എന്നെ ധൃതി പിടിപ്പിച്ച് ഇറക്കിക്കൊണ്ട് വന്നിട്ട് ചെരുപ്പിടാതെ വരും. രാവിലെ ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടാണ്ട് ഇപ്പോൾ പോയേക്കും അടുത്ത ഷൂടാൻ വേണ്ടി. ഇങ്ങോട്ട് നോക്കാവോ ആ മുഖം. എന്നെ വഴക്ക് പറയാനായിരുന്നെങ്കിൽ എന്തോ ഒരു ഉഷാറായിരുന്നു എന്നറിയാമോ. ഞാൻ ലേറ്റ് ആവുന്നത്. നമ്മൾ ക്രൂയിസിൽ പോവാം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സാറിന് ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ട് പോവാം. സിലി ബോയ്സ് ആദ്യമായിട്ട് ക്രൂസിൽ പോകും. വൈകുന്നേരങ്ങളിൽ പോകാൻ എനിക്കിഷ്ടമാണ്. ഒരു സമാധാനമുണ്ട് വൈകുന്നേരം പോകാൻ. വെയിലില്ല, ചൂടില്ല. ചൂടുണ്ട് എന്നാലും വെയിലില്ല. അങ്ങനത്തെ പരിപാടി. രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ അമ്മോ അങ്ങനെ ടയേർഡ് ആവുക. ഇപ്പോഴും അത് തന്നെ ക്ഷീണമുണ്ട്. എന്നാലും പക്ഷെ ബസ്സിൽ കിടന്ന് ഉറങ്ങാനുള്ളത് ഒരു ആശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബസ് ആസ് യൂഷ്വൽ അവിടെ കിടപ്പുണ്ട്. ഇന്ന് രാവിലെ നമ്മളായിരുന്നു ഫസ്റ്റ്, ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഫസ്റ്റ്. ഞങ്ങളല്ല ഗൈസ് ഫസ്റ്റ്, ഇവിടെ വേറെ ആൾക്കാരോട് ഞങ്ങൾ നോക്കിയില്ല, സൈഡ് നോക്കാതെ. ചമ്മിയ മുഖം ആൾക്കാർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അതെ, ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ആദ്യം വന്നത്. ഗൈസ് ചീറ്റി പോയി. ഒരാൾ സ്ലീവ്ലെസ് നാളെ ഇടാന്ന് വിചാരിച്ചു, ബുദ്ധ ടെമ്പിളിൽ കേട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി പോയി വന്നു. ഇതല്ല, സൈഡ് റൂം മാറിപ്പോയി, ഫ്ലാറ്റ് മാറിപ്പോയി ഗൈസ്, ഫ്ലാറ്റ് മാറിപ്പോയി. ഡ്രസ്സ് മാറി ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ ഞങ്ങൾ വളരെ പെട്ടെന്നായിരുന്നു. ഡ്രസ്സ് മാറി ചറപറ അങ്ങനെ ഫസ്റ്റ് വന്ന് ഞങ്ങൾ ലാസ്റ്റായി ഗൈസ്. ഞങ്ങളെ കാത്ത് ബസ് നിന്നു, അതേപോലെ ഞങ്ങൾ തിരിച്ചു പോരും. ക്രൂസിനകത്തുള്ള എക്സ്ക്ലൂസീവ് പ്രിവിലേജ്. ഇതെന്താന്ന് വെച്ചാല് നമ്മുടെ ക്രൂസിനകത്ത് തന്നെ പല ഷോപ്പുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഓഫേഴ്സ് ഉണ്ട് ഓരോന്ന്. അതാ നമുക്ക് ഈ തന്നേക്കുന്നത്. കണ്ടോ, 15% ഡിസ്കൗണ്ട്, ഓരോ ഷോപ്പിനും ബൈ 1 get 1 ഫ്രീ. അങ്ങനത്തെ ഓരോ ഷോപ്പിന്റെയും ഡിസ്കൗണ്ട് കൂപ്പണുകളാണ് ഇതെല്ലാം. അങ്ങനെ ക്രൂസിനകത്തുള്ള എല്ലാത്തിന്റെയും ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 2 പേരുണ്ടായിട്ട് 2 എണ്ണം തന്നേ ഉള്ളൂ. വേണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്തിട്ട് ഈ ഇത് ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യാം. ഒരു മീറ്റിംഗ് പോയിന്റിലോട്ട് പോവാണ്. അവിടുന്ന് നമുക്ക് പിന്നെ ഷോപ്പിങ്ങിന് എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം. നമുക്ക് ക്രൂസിൽ 7:30ക്കാണ് നമുക്ക് ക്രൂസിൽ നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഇവിടെ 7 o'clock 6 എത്ര സമയം ഇപ്പൊ 6:45 ആയി. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ എത്ര നേരത്തെ എത്തിയത് കൊണ്ട് നമുക്ക് കുറച്ച് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെയുള്ള സ്ഥലമുണ്ട്, അവിടെ പോവാം. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒരിടത്ത് തന്നെ മീറ്റിംഗ് പോയിന്റ് ഉണ്ട്, അവിടെ വന്നിട്ട് പിന്നെ നമ്മൾ ക്രൂയിസിലോട്ട് പോവുക ചെയ്യുന്നത്. അവിടെ നമുക്ക് 2 hours ഉണ്ട്. ഇതൊക്കെ ഒരു മാർക്കറ്റ്. ഹായ് മാങ്ങ, തന്നെ മാങ്ങ വേണോ? ഞാൻ മിക്കതും പോകുന്നതിന് മുന്നേ എടുക്കും. മാങ്ങ കഴിച്ച് മടക്കി ആരുടെ തൊട്ട് തുടങ്ങിയത് മാങ്ങ കഴിക്കാതെ. ഇവിടെ ഫുള്ള് മാങ്ങയുടെ എന്തൊക്കെയൊക്കെയാണ് ഫുള്ള്. ഇവിടെ മറ്റേ ഇത് കിട്ടും, ഡ്രൈഡ് മാംഗോ കിട്ടും. അതാ ഞാൻ ഇപ്പൊ കാണിച്ചത്. നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ എറീക്ക കഴിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് എറീക്കയ്ക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ വീട്ടിൽ മാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എറീക്കയ്ക്ക് അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഡ്രൈഡ് മാംഗോ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് എറീക്ക കഴിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ എറീക്കയ്ക്ക് ഫ്രഷ് മാംഗോ കഴിക്കുന്നതാണ് അത്ഭുതമായിട്ട് തോന്നിയത്. എനിക്ക് തിരിച്ചാ തോന്നിയത്. കാനഡയിൽ അത് മാങ്ങ കിട്ടാത്തതുകൊണ്ട്. മാങ്ങ കിട്ടും, പക്ഷേ ഫ്രഷ് ആയിട്ട് മരത്തിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റും. ഇവിടുത്തെ മിനിസോ ലൈക്ക് പ്രോപ്പർ മിനിസോ അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോരോ ഇതുണ്ട്. ഇത് പക്ഷെ നല്ലൊരു ഏരിയ. ഫുഡ്സൊക്കെ ആയാലും ഇപ്പോൾ കാണുമ്പോഴായാലും നല്ല ലൈക്ക് നോർമലി നമ്മൾ വെക്കുന്ന പോലെയല്ല അല്ലേടി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ്സ് ശരിക്കും കാണുമ്പോൾ തന്നെ ഒരു സ്ട്രീറ്റിലെ പോലെയല്ല. എല്ലാത്തിനും നല്ലൊരു വൃത്തിയൊക്കെ ഉണ്ട് നന്നായിട്ട്. കണ്ടോ, ഇത് കണ്ടോ,
ഇവിടെ ഇങ്ങനെ ജുറാസിക് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ ഉണ്ട്. അതെന്താ ഹോട്ടലാന്ന് തോന്നുന്നു. ആ ഹോട്ടലല്ല, അതെന്തോ ഇങ്ങനെ ഒരു ഷോയാ. അതാ ഇവര് പറഞ്ഞത്, ഉമ്മി പറഞ്ഞത്. അല്ലല്ല, നമ്മളിപ്പോ അങ്ങനെ ഒതന്റിക് മിനിസോയിലോട്ട് പോവുകയാണ്. നാട്ടില് ചെറിയ സ്റ്റോറാ. ചെറിയ സ്റ്റോർ, പക്ഷെ വലിയ സ്റ്റോറുള്ളതും ഉണ്ട്. ഞാൻ കണ്ടിട്ടുള്ളത് ലുലുവിലെ മാത്രമേ. ഇത് കാണുമ്പോൾ എപ്പോഴും എനിക്ക് എന്താ ഓർമ്മയുള്ളത്, പണ്ട് പപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു മുട്ടായി കൊണ്ടുവരുമായിരുന്നു. മറ്റേ ബീറ്റിലല്ലേ ലേഡി ബേർഡ്, അതിന്റെ ഒരു ചോക്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു. ഇങ്ങനെ എപ്പോ എനിക്ക് ഈ കളർ കണ്ടാലും എനിക്ക് അതാ ഓർമ്മ വരും. ഓ, ഇത് ഇവിടുത്തെ മറ്റേ ഫ്രൂട്ടാണോ? ഇത് മനസ്സിലായി എന്തോന്ന്? ഇത് ഒരെണ്ണോ ഇതെന്തോ മനസ്സിലായോ? മറ്റേ ഫ്രൂട്ട് ഇതിനകത്ത് ഇരിക്കുന്നേത്, അത് മണമുള്ള ഫ്രൂട്ടില്ലേ, അത് കൊള്ളാം അല്ലേ? ഒരു ഫ്രൂട്ട് അതിനകത്ത് എല്ലാം കൂടി ഇങ്ങനെ കുത്തി 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 ഫ്രൂട്ടിനകത്ത് ആ സാധനം ഉണ്ടല്ലോ, അതാണത്. അത് നോക്ക്, ഇവിടെ പിസ്സാസ് ഉണ്ട്. ഫുഡ് എന്തൊക്കെയെങ്കിലൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ശരിക്കും ഇവിടെ വന്ന് ചെയ്യാം അല്ലേ? ഇവിടെ കുറച്ചുകൂടെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. ഇതിന്റെ പ്ലേസ് ലൊക്കേഷൻ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇത് നോക്ക്. ഓ നൈസ്, ഇതാ അടിപൊളി ഒരു സ്ഥലം. ഇതിനകത്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തി 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 കത്തിക്കൊണ്ടിരിക്കുന്നു, ഓഫ് ആവുന്നു. ഫാൻ കണ്ടോ? ഭയങ്കര വലിയ ഫാൻ. ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഇവിടെ വലിയൊരു പടമണ്ടാരം ഗിയർ ഉണ്ട്, വലിയ ഗിയർ. ഇത് മൊത്തം ഇങ്ങനെ സ്ട്രീറ്റ് മാർക്കറ്റാണ്. പക്ഷേ നമ്മൾ നേരത്തെ നടന്ന പോലത്തെ ഒരു മാർക്കറ്റ് അല്ല ഇത്. ഇത് ഇച്ചിരി കൂടെ നല്ലൊരു മാർക്കറ്റ്. എൻ്റെ കീ ചെയിൻസും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കളഞ്ഞുപോയി. അങ്ങനെ കരഞ്ഞ് ഓടി വന്നു. അത് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ഓടി വരുന്നത് ഞാന് വാഷ്റൂമിൽ പോയപ്പോ ഞാൻ ഒരിടത്ത് നിർത്തിയിട്ട് പോയി. ഫോണും എടുത്തില്ല, ഒന്നുമില്ല. ഞാൻ ഒരു സ്ഥലത്ത് ഇവിടെ നിർത്തി. എന്നിട്ട് ചെറിയതായിട്ട് എന്റെ മിസ്റ്റേക്ക് ഉണ്ട്. എന്നിട്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങിയപ്പോ സൈഡ് മാറിപ്പോയി. ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 2 എൻട്രൻസ് ഉണ്ട് അപ്പുറം ഇപ്പുറമായിട്ട്. ഓപ്പോസിറ്റ് സൈഡല്ല, സെയിം സൈഡ് തന്നെ 2 ലെഫ്റ്റും റൈറ്റും ആയിട്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവള് അവിടെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുക, റൈറ്റ് സൈഡിൽ നിൽക്കുക. ഞാൻ എന്നാ ഒരു മനുഷ്യന് ഇറങ്ങി വരുമ്പോ കാണത്തില്ല 2 സൈഡിലും അതുകൊണ്ട് ഞാനത് ഓർത്തില്ല. എന്നിട്ട് ഞാൻ അവിടെ നിൽക്കുക. എന്നിട്ട് ഞാൻ നിന്നിട്ട് ഇവളൊക്കെ വെയിറ്റ് ചെയ്യാം. ഞാൻ വിചാരിച്ചു ഇവള് വാഷ്റൂമിൽ പോയായിരിക്കും. ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു ഇവളെന്താ വരാത്തേ എന്ന് പറഞ്ഞ് നോക്കിക്കാം. കുറെ കഴിഞ്ഞപ്പോ ഓടി വരുന്ന ഒരാള്. ഞാൻ സിദ്ധാർത്ഥ അവിടെ നിന്ന് ഇറങ്ങുന്ന കണ്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു വാഷ് ചെയ്യാൻ പോവല്ല ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണാനില്ല ആളിനെ. എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്ത്. എൻ്റെ കയ്യിൽ ഫോണില്ല, ഫോൺ സിദ്ധാർത്ഥന്റെ ബാഗിലാണ്. അപ്പം പിന്നെ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. എല്ലാവരും പോയി, ആരുമില്ല. ഇനി ആരെങ്കിലും എന്നെ തപ്പി തിരിച്ചു വരുമോ? ഇല്ലല്ലോ. ഞാൻ എൻ്റെ മനസ്സിൽ സിദ്ധാർത്ഥേട്ടൻ അവിടോട്ട് എന്നെ തിരക്കി പോയി കാണും. ഇനി ഞാൻ തിരക്കി പോയി, ഞാൻ വേറെ സൈഡിൽ തിരക്കി പോയി ഇവളെ. ഇനി എങ്ങാനും ആൾക്കാരുടെ കൂട്ടത്തിൽ നടന്നു പോയോന്ന്. ഒന്നാമത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഉറക്കത്തിൽ നിന്ന് ഒന്നാമത് കിറങ്ങിയിരിക്കുമായിരുന്നു. ഞാൻ എന്നെ നിർത്തി അവിടെ തന്നെ ഞാൻ നിൽക്കുമായിരുന്നു. ഇത്രയും നേരം കാണാൻ പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. എനിക്ക് ടെൻഷനായി ഭയങ്കരമായിട്ട്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു എൻട്രൻസ് പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോയി. അത് ഞാനിങ്ങനെ തിരിഞ്ഞാൽ ഇങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരുന്നത് അപ്പുറത്തോട്ട്. കാരണം ആ സൈഡിലോട്ട് വരുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ നിൽക്കുന്നു. ഓ, അപ്പോൾ എനിക്കൊരു സമാധാനം വന്ന് ഞാൻ ഓടിച്ചെന്നത്. കരഞ്ഞോട് ഓടി വന്ന്. ഇത് അടിപൊളി സ്ഥലം ശരിക്കും പറഞ്ഞു. ശരിക്കും നല്ലതായിട്ടുള്ള സ്ഥലത്ത് നമുക്ക് അത്ര സമയം കിട്ടുന്നില്ല അല്ലേ? അതെ, എല്ലായിടത്തും ഇച്ചിരി ടൈമാണ്.
ടൈമാണ് മെയിനായിട്ടുള്ള പ്രശ്നം നമുക്ക്. അത് നമുക്ക് ഇത് ക്രൂസിലോട്ട് കയറാനുള്ള ലൈനായിരിക്കും. പല പല ക്രൂസുകൾ ഇവിടെ ഇങ്ങനെ മേലെ ഈ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. വാമായിട്ടിടും. സത്യം നല്ല ഒരു പ്രത്യേക വൈബാണ്. ടൈമാണ് ഞങ്ങൾക്ക് മെയിൻ പ്രശ്നം. ഇപ്പോൾ 7:15 ഞങ്ങൾ അവിടെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നടന്ന് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം ആൾക്കാർക്ക് ആർക്കെങ്കിലും പ്രൈവറ്റായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ സ്ഥലം വന്ന് കാണും. നല്ലൊരു ഏരിയ ആണ്. അതാ ഇതായിരുന്നു സ്കെൽട്ടൺ വെച്ചേക്കുന്നുണ്ടോ? ഓ ഇതില്ലേ ആ ജുറാസിക് വേൾഡ് നമ്മൾ കണ്ടില്ലേ, അതിന്റെ റെസ്റ്റോറന്റ് അല്ല കേട്ടോ. ഫുള്ളൊരു ഡോം പോലെ. ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ സ്ഥലമുണ്ട്. സെൽഫി ഇവിടെ ഓരോരോ കഫേസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്നല്ലേ. സത്യം ഭയങ്കര ഒരു വൈബ് ഫീലാണ് ഇവിടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, ഇവിടെ ഒരു റൈഡും എല്ലാം ആയിട്ട് ഫുൾ പക്ക. മറ്റേ പട്ടായ പോലെയല്ല ബാങ്കോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോക്ക് ശരിക്കും ഒരു സിറ്റി വൈബാണ് മറ്റേനേക്കാളിലും. ഇവിടെ കണ്ടോ മറ്റേ ഡിനോസറിൻ്റെ ആ ഫ്ലൈ ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. എഗ് ക്രാക്സ് ഒക്കെ ഇരിക്കുന്നത്. തീം വെച്ചേക്കുന്നത് ഭയങ്കര വൈബ് തീമാണ് വെച്ചേക്കുന്നത്. എന്തായാലും ഇത് ചെയ്തേക്കുന്ന ആള് അടിപൊളി. നോക്കി ഇതുണ്ടോ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത്. അകത്തുനിന്ന് തന്നെ എഗ്ഗിൻ്റെ അകത്തുനിന്ന് തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മ്യൂസിയം കേട്ടോ. ഇതാണ് ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് സൈഡ്. ടോട്ടലി ഒരു ഭയങ്കര വൈബായിട്ടുള്ള വെച്ചിട്ടുണ്ട്. കണ്ടോ റൈഡൊക്കെ വെച്ച് എല്ലായിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് തിരിച്ച് പെട്ടെന്ന് നടക്കണം. ബിക്കോസ് 7:15 ആകുമ്പം ഞങ്ങൾ ആ മീറ്റിംഗ് പോയിന്റിൽ തിരിച്ചെത്തണം എന്നാണ് പറഞ്ഞേക്കുന്നത്. 7:30 കയറണം. ബിക്കോസ് 7:45 എന്തൊക്കെ ഞങ്ങൾ കയറിയാലും കയറിയില്ലെങ്കിലും ക്രൂസ് സ്റ്റാർട്ടാവും. അപ്പോൾ അതാണ് ഞങ്ങളിപ്പോൾ പെട്ടെന്ന് പോകണം. അതെ, ഇതൊക്കെ ഓരോ വേറെ റെസ്റ്റോറൻറ്റ്സ് ആണ്, കഫേസും ഒക്കെ. പക്ഷെ അതൊരു നൈസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നല്ലൊരു വോക്കിനൊക്കെ പോകുന്നൊരു സ്ഥലം. റിവർ ലോൺ. ഈ ഡോമിന്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക, വാമും വൈറ്റും എല്ലാം ആയിട്ട്. ഇപ്പൊ നമുക്കിങ്ങനെ ടിക്കറ്റ് എല്ലാം തന്നോണ്ടിരിക്കുക എല്ലാവർക്കും. കണ്ടോ, ഇത് നമുക്ക് എപ്പോ പോയാലും ഒരു സ്റ്റിക്കർ എവിടെയെങ്കിലും ഒട്ടിക്കും. അപ്പം നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പോലെ ഇറങ്ങാൻ പറ്റും. ഇതേപോലത്തെ ഒരു സ്റ്റിക്കർ. ഹലോ ഇപ്പൊ നമ്മള് പോവാണ്. ഇതാ നമ്മുടെ തേർഡ് ഫ്ലോറിൽ ടേബിൾ നമ്പർ 21. സൂപ്പർമാൻ. ഈ സ്ട്രീറ്റ് നമ്മൾ വന്നില്ലായിരുന്നു ആക്ച്വലി. ഈ സ്ട്രീറ്റ് വന്നു, പക്ഷെ നല്ല രസമുണ്ട്. ഇതാണ് ശരിക്കും ഇവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ്. ഇന്ന് നമ്മൾ കഴിക്കുന്നത് പ്രോപ്പർ തായ് ഫുഡാണ്. അപ്പം അതൊരു കാര്യത്തിൽ നന്നായി. ഒരാഴ്ച ഓൾറെഡി ട്രൈ ചെയ്തു. എനിക്ക് ഇനിയും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. മീൻസ് ഇന്ത്യൻ ഫുഡ് കഴിക്കാനല്ലല്ലോ ഇവിടെ വന്നത്. അപ്പോൾ ഇന്ന് തായ് ഫുഡാണ്. കൂടുതലും ഫിഷ് ഐറ്റംസ് കൂടുതലുണ്ടെന്ന് പറഞ്ഞു, ക്രൂസ് ആയതുകൊണ്ട്. സൂഷി ഉണ്ട്. സൂഷി ഇപ്പം വേറെണ്ണം ട്രൈ ചെയ്യാം. അന്ന് കഴിച്ചത് സൂഷി എന്ന് പറയുന്നത് വെജ് ആയിരുന്നു. അപ്പം ഇന്ന് ഫിഷിൻ്റെ എന്തെങ്കിലും സൂഷി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഓൾറെഡി ഒന്ന് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ. അതാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ ക്രൂസ്. ഇതാണ് കണ്ടോ ഈ പെമ്പിള്ളേർ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സസ് ഇട്ടേക്കുന്ന നോക്കണ്ടോ. ഇവരിങ്ങനെ നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ അകത്തോട്ട് കയറാൻ പോവാ. എങ്ങനെയുണ്ട്
മൂവി തുടങ്ങിയിട്ടില്ല, പക്ഷെ എന്നാലും ഇപ്പൊ തുടങ്ങും. മഴ പെയ്താൽ ഇച്ചിരി പ്രശ്നമാവും. മഴ പെയ്താൽ എന്താവും? അതെ. Welcome, hello, Fortune Crew. Hey. ഇപ്പൊ ക്രൂസ് മൂവായി തുടങ്ങി, അത് നല്ല രസമുണ്ട്. ഇങ്ങനെ മൂവായി തുടങ്ങിയപ്പോ ഈ ബിൽഡിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൊഞ്ചിനെയൊക്കെ വെച്ചോണ്ട് വേറൊരു ക്രൂസ് ഷിപ്പ് തോണ്ട പോയി ഭയങ്കരമായിട്ട് വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കുക. അങ്ങനെ ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ തടിപ്പ് പോവാ. വാഴയില വെച്ചിട്ടുണ്ട് അവര് എല്ലാത്തിനും താഴെ. ഇതാണ് ഇന്നത്തെ ഫുഡ്. എനിക്ക് പക്ഷെ എത്രത്തോളം എടുക്കാൻ പറ്റും എനിക്ക് അറിയത്തില്ല. ഒന്നത്തെ ഇവിടെ മ്യൂസിക്കും അതെല്ലാം കൂടെ ആയിട്ട് കഴിച്ചിട്ട് പറയാം. ഇതിവിടുത്തെ ഒരു ടെമ്പിൾ ആണെന്നാ പറയുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കേക്ക് ഡിസ്ട്രിബ്യൂഷൻ. നല്ല കേക്കല്ലേ? നല്ല കേക്ക്. തായ് ഡെസേർട്ട് ഭയങ്കര മധുരം. ഗുലാബ് ജാമുൻ ഇല്ലേ? പൊളി എക്സ്പീരിയൻസിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിങ്ങനെ ഷോർട്ട് കാണിക്കാം, പെട്ടെന്ന് കോപ്പിറൈറ്റ് അടിക്കാതെ. ഒരേ ഒരു അബദ്ധം മാത്രം പറ്റിപ്പോയി. അതെ, ഉടുപ്പിന്റെ പഴയത്തെ ബട്ടൺ പൊട്ടിപ്പോയി. അത് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്, ക്രൂസ് ചെയ്ത് പോവുകയാണ്. ചെവി അടിച്ചു പോയി. ലൗഡ് സ്പീക്കറിന്റെ കീഴിലായിരുന്നു ഞങ്ങള്. ഇതാണ് അടിയിലത്തെ ഫ്ലോർ. പക്ഷെ അടിയിലത്തെ ഫ്ലോറിനേക്കാളും വൈബ് മേലത്തെ ഫ്ലോറിലായിരുന്നു. ഇനി ഒരു ഫ്ലോർ കൂടെ ഉണ്ട്. ആ അല്ല, ഇനിയുണ്ട്. അല്ലേ പറഞ്ഞ എല്ലാം കാണാനൊക്കെ പറ്റുന്നു. മേലെ എന്റെ ബട്ടൺസ് പൊട്ടിപ്പോയി. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബീനാമിക്ക് പണി തരാൻ വേണ്ടിട്ട്. ബട്ടൺ ഒമിന്ന് പോവാണ് ഞങ്ങളുടെ അടുത്തുനിന്ന്. വിൽ മിസ് യു. നമ്മുടെ കൂടെ ഉള്ള ലാസ്റ്റ് ഡേ ഓമി പോവാണ്. ഓമി നല്ലതായിരുന്നു. അതെ, ഭയങ്കര നല്ല സ്നേഹമായിരുന്നു. ഞങ്ങക്ക് വേണ്ടി അവിടെ പാട്ടൊക്കെ ഇടിപ്പിച്ച് സെറ്റാക്കി. പാട്ടിന് നല്ല ഇറക്കി കണ്ട്. ഉമി ഇന്ന് പാട്ടിടാൻ വേണ്ടി അവർക്ക് നല്ലതായിട്ട് പൈസ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ട്. എത്ര ആണെന്ന് അറിയത്തില്ല, ഒരു നോട്ടല്ല, അത് മാത്രം ഞാൻ കണ്ടു. അതൊക്കെ എല്ലാരും ചോദിച്ചു മലയാള പാട്ട് എങ്ങനെ ഇട്ടത്. അങ്ങനെ പറഞ്ഞത് പൈസ കൊടുക്കാമെങ്കിൽ മലയാളമല്ല എന്ത് വിടും അവര്. നമ്മുടെ കയ്യിൽ നല്ല അവര് തന്നെ ഇടുന്നത്. അന്നേരം അവരങ്ങനെ ചെയ്യുന്നില്ല. വേണമെങ്കിൽ അവർക്ക് ചെയ്യാതിരിക്കാം. അവരെന്താ ശരിക്കും ചെയ്യുന്നത്? അവര് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നല്ല ഗൈഡാണ്. അങ്ങനെ ഞങ്ങളുടെ ഇതിനകത്ത് കുറച്ച് ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോൾ എനിക്കൊരു നാണക്കേട് വരുന്നത്. ആകെ 50 സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ 50 പേര് നമുക്ക് അറിയാവുന്നവര് കുറച്ച് പേരായിരുന്നു. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ മാത്രമേ നമുക്ക് അറിയുന്നത്. ബാക്കി ആരാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കുറച്ച് റിലേറ്റീവ്സ് അവിടെ ഇവിടെയൊക്കെ അത്രേ ഉള്ളൂ.
നമ്മൾ വ്ളോഗ് എടുക്കുന്നത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും വലിയ വ്ളോഗേഴ്സ് ആണ്. വിറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഞങ്ങളോട് ചോദിച്ച് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 50. അപ്പം 50K-യോ? അല്ലല്ല, വെറും 50. 50K ഉണ്ടായിരുന്നെങ്കിൽ ഫോർച്യൂണർ ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ഡിസ്കൗണ്ട് വന്നേരെ. അതെ, ഇത് നമ്മൾ സ്വന്തം പൈസ അധ്വാനിച്ച പൈസ ഇറക്കി. അതെ. എനിവേ ബാങ്കോക്ക് സൂപ്പർ സ്ഥലമായിരുന്നു. നമ്മുടെ കൂടെ വന്ന ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. രണ്ടും അതുകൊണ്ട് ഷിപ്പിൽ ആഘോഷിച്ച് അവർക്ക് നല്ലായിരുന്നു അല്ലേ? എല്ലാരും കൂടി സെലിബ്രേറ്റ് ചെയ്തത്. ഫോർച്യൂൺ ട്രാവൽസ് ട്രിവാൻഡ്രം ഓമിനെ ബൈ ആക്കുന്നതിന്റെ ഫോട്ടോഷൂട്ട്സ് ആണ് ഇവിടെ എല്ലാം. അങ്ങനെ ഞങ്ങൾ ഓമിയോട് നമ്മൾ ബൈ ബൈ പറഞ്ഞു. ഓമി നല്ലൊരു ഗൈഡായിരുന്നു ശരിക്കും പറഞ്ഞു. ഫുഡെല്ലാം നല്ലായിരുന്നു അല്ലേ? ആ ഫുഡ് കിടിലം ഫുഡായിരുന്നു. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ്. അതിനകത്ത് തന്നെ ആ ചിക്കൻ സ്റ്റിർ ഫ്രൈ ഉണ്ടല്ലോ, അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ ചിലത് നമ്മുടെ ഫുഡ് കൊള്ളാത്തല്ല, നമ്മുടെ ടേസ്റ്റ് ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെടാഞ്ഞതാണ്. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. വൈബും നല്ലതായിരുന്നു, പാട്ടും ഡാൻസും എല്ലാം കൂടെ. പക്ഷെ പാട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല, യൂട്യൂബ് കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ ചെറിയ ചെറിയ സീൻസ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.